ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് അവിടെ മംഗലപുരമാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി ഷീജ കൂടിയുണ്ട്. ഷീജയിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ചെത്താം. ശരത്ചന്ദ്രൻ, ഷീജ, എങ്ങനെയാണ് മംഗലപുരം കാത്തു നിൽക്കുന്നത് വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ? അജിംഷാദ്, നേരത്തേതിന് സമാനമായ രീതിയിൽ തന്നെ അത്രത്തോളം ജനസഞ്ചയമാണ് നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും, ഇവിടെ കേൾക്കാൻ സാധിക്കും. എത്ര വലിയ മുദ്രാവാക്യങ്ങളാണ്. ഈ രീതിയിലാണ്. ഇതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മംഗലപുരത്താണ്. ഈ മംഗലപുരത്തേക്ക് അല്പസമയത്തിനകം വിലാപയാത്ര എത്തിച്ചേരുകയേ ഉള്ളൂ. കണിയാപുരം എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ സമയം 8:30 ഈ വിലാപയാത്ര ആരംഭിച്ചിട്ട് 6.5 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴും വിലാപയാത്രയ്ക്ക് തിരുവനന്തപുരം ജില്ല കടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിന് ഈ രീതിയിൽ ഉള്ളൊരു ജനസഞ്ചയമാണ് എല്ലായിടങ്ങളിലും കാത്തു നിൽക്കുന്നത്. വി എസിനെ തങ്ങളുടെ പ്രിയ നേതാവിനെ കാണുവാനായി അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി നീണ്ട നിരയാണ് പലയിടങ്ങളിലും നമുക്ക് കാണാൻ. ഇതിൽ ഒരിടം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. ആ രീതിയിൽ എല്ലായിടങ്ങളിലും റോഡിൽ ഇരുവശത്തുമായി അത്രത്തോളം ജനങ്ങളാണ് ഇവിടെ വി എസിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മംഗലപുരത്തെ മാത്രം കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ കഴക്കൂട്ടത്തിൽ കണ്ടതുപോലെ അതുപോലെ ഓരോ സ്പോട്ടിലും കണ്ടതുപോലെ അത്രത്തോളം വലിയൊരു ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടിയാണോ ഈ ഒരു വലിയൊരു തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്നത്? എങ്ങനെയാണ് വി എസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും? വി എസ് എന്നത് നമ്മുടെ ഒരു വികാരമാണ്. അതെന്താ പറയേണ്ടതെന്നറിയില്ല. വി എസ് മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല. ഞങ്ങൾ ഓരോരുത്തരുടെയും അദ്ദേഹം ഇങ്ങനെ വാനോളം ജീവിക്കും. എന്താണ് വി എസിനെ കുറിച്ച് സഖാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും മരിച്ചിട്ടില്ലെന്ന് തന്നെ നമ്മളെ രക്തത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും വി എസ് നല്ലൊരു മനുഷ്യനാണ്, സഹപ്രവർത്തകരാണ്, എല്ലാത്തിനും നല്ലവരാണ്. നമുക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ യുവാക്കൾക്ക് എങ്ങനെയാണ് വി എസിനെ നിങ്ങൾ എങ്ങനെയാണ്? വി എസ് എന്ന് വെച്ചാൽ ഹരമല്ലേ, ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ എന്ന് വരുന്നത് കാണാം. എങ്ങനെയാണ് വി എസിനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? കാരണം ഈ പ്രായമായവർക്കൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള അവരുടെ ഒരു പോരാട്ടത്തിന്റെ ചരിത്രമൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഒരു മനസ്സിൽ വി എസിന്റെ സങ്കല്പം എന്താണ്? കോളേജ് കാലം തൊട്ടേ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് വി എസ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ വി എസ് ഒരു വികാരമായിരുന്നു നമുക്കെല്ലാവരും. തീർച്ചയായും അജിംഷാദ്, അതായത് യുവാക്കൾക്കെന്നോ പ്രായമായവർക്കെന്നോ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല വി എസിന്. വി എസ് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള കാരണം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് നടത്തിയിട്ടുള്ള സമര പോരാട്ടം, ആ സമര പോരാട്ടം തന്നെയാണ് ഓരോ വ്യക്തിയിലും വി എസിനെ അവരുടെ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ രാത്രിയിലും ഇത്രത്തോളം ജനസഞ്ചയം ഓരോ ഇടങ്ങളിലും കാണുവാൻ സാധിക്കുന്നത്. ഈ ജനസഞ്ചയം ഇതുപോലെ തന്നെ ആലപ്പുഴ വരെയും തുടരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇതിന്റെ ഇരട്ടി ഇനിയാകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം കൊല്ലം അതിർത്തി തൊട്ട് ഇതിനപ്പുറത്തേക്കുള്ള വലിയ ജനസഞ്ചയമാണ് ഇപ്പോൾ തന്നെ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഈ ജനസഞ്ചയം അതിനി എത്ര വൈകിയാലും അവർ വി എസിനെ ഒരു നോക്ക് കണ്ടു തന്നെ മടങ്ങുകയുള്ളൂ എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഓരോ കേന്ദ്രങ്ങളിലേക്കും എത്തുന്നത്. അജിംഷാദ്, തീർച്ചയായും റോഡിൻ്റെ ഇരുകരകളിലും കാത്തു നിൽക്കുന്നത് വിവിധ തലമുറയിൽപ്പെട്ടവരാണ്. നാം കരുതും പോലെയല്ല. ആ 1923 ജനിച്ച ആ മനുഷ്യൻ, ആ വിപ്ലവ പോരാട്ടം, ആ കർഷകരെയും കയർ തൊഴിലാളികളെയും സംഘടിപ്പിച്ച് പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായി ഒക്കെ പാർലമെൻ്ററി രംഗത്തും സമര പോരാട്ടങ്ങളിലും ഒക്കെ സമാനമായി തന്നെ പോരാട്ടം നയിച്ച ആ വ്യക്തി പുതിയ തലമുറയ്ക്കും പ്രിയപ്പെട്ടവനാണ്, ആവേശമാണ്. അത് അരാഷ്ട്രീയവാദികൾക്കുള്ള മറുപടി കൂടിയാണ് വി എസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലും. ഷീജ, ഇപ്പോൾ മംഗലപുരത്താണ് ഷീജ ഉള്ളത്. മണിക്കൂറുകളായി കണിയാപുരം കഴിഞ്ഞതേ ഉള്ളൂ, കണിയാപുരം ടച്ച് ചെയ്തതേ ഉള്ളൂ വിലാപയാത്ര. ഇനിയും മംഗലപുരത്തേക്ക് എത്തേണ്ടതുണ്ട് അല്ലേ?
തീർച്ചയായും ജിംഷാദ്, ഇപ്പോൾ കണിയാപുരം പിന്നിട്ടിട്ടേ ഉള്ളൂ വിലാപയാത്ര. ഇനിയിപ്പോൾ മംഗലപുരത്തേക്ക് എത്തണമെങ്കിൽ തന്നെ അതിൻ്റെതായ ഒരു സമയം എടുക്കുന്നതായിരിക്കും. ഏതായാലും അല്പസമയത്തിനകത്ത് ഇവിടെ എത്തിച്ചേരുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളുമുള്ളത്. VS-നെ അവസാനമായി കണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പോകുക. അതോടൊപ്പം തന്നെ പലരും VS-നെ ആദ്യമായി കാണുന്നവർ പോലുമാണ്. കാരണം അല്ലാതെ VS-നെ നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ചിട്ടില്ലാത്തവർ അവർ പോലും VS-നെ നേരിട്ട് കാണുന്നത് ഈ രീതിയിലാണ് എന്നുള്ളതിൻ്റെ സങ്കടം ഉള്ളിൽ പേറിക്കൊണ്ടാണ് അത്തരത്തിൽ ഉള്ളവർ പോലും ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രായഭേദമന്യേയാണ് എല്ലാവരും VS-നെ കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ആ VS എങ്ങനെയാണ് ഓരോ മനസ്സുകളിലും ഇടം നേടിയിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തന്നെയാണ് എന്നുള്ളതാണ്. അത് ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് VS-നോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യം ഉണ്ടാകും. അത് ഓരോ വ്യക്തികളും ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചവർ തന്നെ ചിലർ VS-നൊപ്പം സമരം ചെയ്തവർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റു ചിലരാകട്ടെ കുഞ്ഞുകുട്ടിയായിരുന്നപ്പോൾ VS-നെ കണ്ടവരുണ്ട്, അങ്ങനെ ഒരു ഓർമ്മ പങ്കിടുന്നവരുണ്ട്. അങ്ങനെ നിരവധി പേർ, ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് VS-യുമായി ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് VS അത്രത്തോളം പ്രിയങ്കരനാകുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായവൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പോരാടിയ വ്യക്തി, അത് തന്നെയാണ് VS-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് VS എന്നും ഏറ്റവും പ്രിയപ്പെട്ടവൻ. VS എന്ന് പറയുന്ന ഈ രണ്ടക്ഷരം, ആ രണ്ടക്ഷരം കൊണ്ട് ഓരോ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിലൊരു സ്ഥാനം VS പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് എങ്ങനെയാണ് എന്നുള്ളത് VS-ന്റെ ജീവിതം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അതിനുള്ള മറുപടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ VS-ന് അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് നൽകുന്നത്. ഇത്തരത്തിൽ ഒരു യാത്രയയപ്പ് ഈ കേരള സമൂഹം ഒന്നടങ്കം നൽകുന്ന ഒരു യാത്രയയപ്പായി തന്നെ ചിത്രീകരിക്കേണ്ടി വരും.